നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. അസാമാന്യമായ പ്രതിഭയും നല്ല നട്ടല്ലുറപ്പുള്ള സർക്കാർ ഉദ്യോഗസ്ഥനും വാഗ്മിയും എഴുത്തുകാരനും ഒക്കെ ആയിരുന്നു തോട്ടം രാജശേഖരൻ എന്ന PRD ഡയറക്ടറായിരുന്ന മനുഷ്യൻ. 95 വയസ്സിൽ ഈ കഴിഞ്ഞ ശനിയാഴ്ച അദ്ദേഹം ഇവിടം വിട്ടുപോയി. കെ കരുണാകരൻ 9 MLA-മാരുമായിട്ട് നിയമസഭയിൽ വരുന്ന കാലം മുതൽ കരുണാകരനുമായി തോട്ടം രാജശേഖരൻ തുടങ്ങിയ സൗഹൃദം കരുണാകരന് PRDയുടെ ചുമതല കിട്ടിയപ്പോൾ തോട്ടം രാജശേഖരനെ PRD ഡയറക്ടറാക്കിയത് എതിർത്തവരോട് പിന്നീട് മാറ്റാം എന്ന് കൗശലക്കാരനായ കരുണാകരൻ പറഞ്ഞു. കാരണം ഒരു വഴിവിട്ട ഒരു കാര്യവും തോട്ടം രാജശേഖരൻ അംഗീകരിക്കില്ല. അതുകൊണ്ട് ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നു. ഇയാളാണോ PRD ഡയറക്ടറാക്കുന്നത്, നമുക്ക് മാറ്റാം വരട്ടെ കരുണാകരൻ പറഞ്ഞു. ക്രമസമാധാനം മുതലുള്ള എല്ലാ കാര്യങ്ങളിലും തോട്ടം രാജശേഖരൻ്റെ അഭിപ്രായം ലീഡർ കരുണാകരൻ കേൾക്കുമായിരുന്നു. എവിടെ പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പും എന്തെങ്കിലും ഉണ്ടോ എന്ന് കരുണാകരൻ തിരക്കും. തോട്ടം ചിലത് പറഞ്ഞു കൊടുക്കും. 1976 പത്രപ്രവർത്തക യൂണിയൻ സമ്മേളനത്തിന് പാലക്കാട്ടേക്ക് പോകുന്നതിന് മുൻപും കരുണാകരൻ തിരക്കി, വല്ലതുണ്ടോ, നമുക്ക് ഒരു പ്രസ് അക്കാഡമി ഉണ്ടാക്കണം, പത്രപ്രവർത്തകർക്ക് പെൻഷൻ അനുവദിക്കണം, ഇത് രണ്ടും തുടങ്ങാമെന്ന് ആ പ്രസംഗത്തിൽ സമ്മേളനത്തിൽ വച്ച് കാച്ചാൻ തോട്ടം പറഞ്ഞു. കരുണാകരൻ രണ്ടും വച്ച് കാച്ചി, രണ്ടും നടപ്പിലാക്കുകയും ചെയ്തു. റവന്യൂ വകുപ്പിൽ നിന്ന് തിരുവനന്തപുരത്തെ ടാഗോർ തിയേറ്റർ PRDയിലേക്ക് മാറ്റിയതും, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ KSFDC രൂപീകരണം, നമ്മൾ ഇന്ന് കാണുന്ന സിനിമ അവാർഡ് പരിഷ്കരണം, ഇങ്ങനെ പലതും ചെയ്തത് തോട്ടം രാജശേഖരനായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് PRD ഡയറക്ടറും വാർത്തകളുടെ സെൻസർ ഓഫീസറുമായിരുന്നു തോട്ടം. ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ അരുമ തോഴനും ഒട്ടും തത്വദീക്ഷയില്ലാത്തവനും ആയ VC ശുക്ലയെ IK ഗുജറാളിനെ മാറ്റിയിട്ട്, ഇരുന്ന പോസ്റ്റിൽ നിന്ന് മാറ്റിയിട്ട് വാർത്താവിതരണ മന്ത്രിയായി അവരോധിച്ചതിൽ നമ്മൾ കേരളത്തിലെ ആദർശധീരൻ എന്ന് പറയുന്ന AK ആൻ്റണി വലിയ പങ്ക് വഹിച്ച കാലം. സത്യസന്ധനായ ഗുജറാളിനെ ചവിട്ടിക്കളഞ്ഞിട്ട് അവസരവാദിയായ, അല്ലെങ്കിൽ സഞ്ജയ് ഗാന്ധിയുടെ എർത്തായ VC ശുക്ലയെ വാർത്താ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അടിയന്തരാവസ്ഥ കാലത്ത് ആക്കണമെന്ന് കളിച്ചതിൽ ഒരാൾ AK ആൻ്റണി ആയിരുന്നു. അപ്പോൾ അയാൾ കേന്ദ്ര വാർത്താ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായപ്പോൾ കേരളത്തിലെ സെൻസർ ചുമതലയുള്ള തോട്ടം രാജശേഖരനെ മാറ്റാൻ AK ആൻ്റണിയും വയലാർ രവിയും ശുക്ലയുടെ ചെവിയിൽ ഓതി കൊടുത്തു. അയാളെ മാറ്റണം, അയാൾ വഹിക്കാത്ത നിഷേധിയാണ്, അയാളെ മാറ്റണമെന്ന്. രാത്രി 2 മണിക്ക് തോട്ടത്തിനെ സെൻസർ ഓഫീസർ സ്ഥാനത്ത് നിന്ന് ശുക്ല നീക്കി. രാത്രി 2 മണിക്ക് ഉറങ്ങി കിടക്കുമ്പോഴാണ് മണക്കാട് തോട്ടത്തിലുള്ള വീട്ടിൽ ചെന്ന് പോലീസുകാർ മെസ്സേജ് കൊടുക്കുന്നത്, താങ്കളെ ആ പോസ്റ്റിൽ നിന്ന് മാറ്റി. അടിയന്തരാവസ്ഥയല്ലേ, മിണ്ടാൻ പറ്റില്ല. അടിയന്തരാവസ്ഥ കാലത്ത് ബക്കർ തൻ്റെ ആദ്യ സിനിമ കബനി നദി ചുവന്നപ്പോൾ, അപ്പോഴാണല്ലോ സംവിധാനം ചെയ്തത്. നല്ല സമയത്താണ്, തുടങ്ങുന്നതിൻ്റെ അന്നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. നക്സൽ സംഭവം ആയതിനാൽ ചിത്രത്തെ പ്രൊമോട്ട് ചെയ്യരുത് എന്ന് ഒരു വിഭാഗം കരുണാകരനോട് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെലുത്തി. അന്നത്തെ അവാർഡ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് മറ്റൊരു മാന്യനായ പോലീസ് ഉദ്യോഗസ്ഥൻ DGP ആയിരുന്ന MK ജോസഫ് സാറായിരുന്നു. മെമ്പർ സെക്രട്ടറി PRD ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് തോട്ടവുമായിരുന്നു. രണ്ടുപേരും കൂടി സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തരമന്ത്രിയായ K കരുണാകരനെ കണ്ട് വിഷയം ചർച്ച ചെയ്തു. ഇവരിങ്ങനെ ചർച്ച ചെയ്തു എന്നറിഞ്ഞ അന്നത്തെ IG രാജൻ ക്ഷുഭിതനായി. കമ്പനിക്ക് അവാർഡ് നൽകിയത് ശരിയായില്ല എന്നും ഈ 2 ഉദ്യോഗസ്ഥന്മാർ രണ്ടുപേരും ചേർന്ന്, അതായത് DGP ആയിരുന്ന MK ജോസഫ് സാറും
മെമ്പർ സെക്രട്ടറി ആയിരുന്ന തോട്ടം രാജശേഖരനും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ വഴിതെറ്റിക്കുന്നു എന്നൊക്കെ ഈ IG രാജൻ ഭയങ്കര പ്രശ്നമുണ്ടാക്കി. ഇത്തരത്തിലൊരു ചിത്രത്തിന് അവാർഡ് കൊടുത്താൽ ഈ സർക്കാരിനെ ജനം അഭിനന്ദിക്കും എന്നാണ് കരുണാകരനോട് തോട്ടം രാജശേഖരൻ പറഞ്ഞത്. അപ്പോൾ ഒരക്ഷരം മറുപടി പറയാതെ സ്വതസിദ്ധമായ കൗശലമുള്ളൊരു ചിരിയുണ്ടല്ലോ കരുണാകരൻ. തോട്ടം രാജശേഖരനെ നോക്കി ഒരു ചിരി ചിരിച്ചു കരുണാകരൻ. അതായിരുന്നു തോട്ടം രാജശേഖരൻ. സിനിമ സത്യവും മിഥ്യയും എന്ന ഒരു വലിയ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിലുണ്ട്, വലിയ പുസ്തകമാണ്. 1982 സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടി ഈ ചിത്രം. ഒരു മനുഷ്യായുസ് എന്ന് പറയുമ്പോൾ 95 വയസ്സെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും കിടന്ന് കഷ്ടപ്പെടാതിരിക്കുന്നത് നന്നായി. ഊർജ്ജസ്വലനായിരുന്നു അവസാന കാലം വരെ. അദ്ദേഹം ശിവഗിരിയിലെ കൊള്ളരുതായ്മകളെക്കുറിച്ചൊക്കെ എന്തൊക്കെയോ പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്കിഷ്ടം സിനിമയോടടുത്ത് നിന്ന ഉദ്യോഗസ്ഥനായിരുന്നു തോട്ടം രാജശേഖരൻ. ആ വലിയ മനസ്സിൻ്റെ ഉടമയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാം. നമസ്കാരം. അരനാഴിക നേരം ചെമ്മീൻ പോലുള്ള, കടൽപ്പാലം പോലുള്ള സിനിമകൾ ചിത്രീകരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് ചെമ്മീൻ കളറായിരുന്നു. ഇന്നത്തെ പോലെ ആധുനിക മേക്കപ്പ് സങ്കേതങ്ങളൊന്നും ഇല്ലല്ലോ. SP പിള്ളയൊക്കെ എത്ര പടത്തിൽ തലയിൽ പപ്പടം ഒട്ടിച്ച് കഷണ്ടിയാക്കിയിട്ടുണ്ട്. ചുളുക്ക് പണികളിലൂടെ ആയിരുന്നു മേക്കപ്പ് നടന്നിരുന്നത്. അക്കാലത്ത് ഏറ്റവും വലിയ പ്രശസ്തരായ മേക്കപ്പ് മാനായിരുന്നു KV ഭാസ്കരൻ. ഭാസ്കരേട്ടൻ്റെ ഒരു പടം, പുറപ്പാട് എന്ന് പറഞ്ഞ ഒരു പടം എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അരനാഴിക നേരത്തിലെ കുഞ്ഞനച്ഛനെ അടക്കം രൂപപരിണാമം വരുത്തിയ പ്രശസ്തനായ മേക്കപ്പ് മാനാണ് KV ഭാസ്കരൻ. അദ്ദേഹത്തിൻ്റെ മകൻ സന്തോഷ് കുറേ കാലം ക്യാമറമാനായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സന്തോഷ് ചെന്നൈയിലാണ് താമസിക്കുന്നത്. സന്തോഷ് അതൊക്കെ വിട്ടു എന്ന് തോന്നുന്നു, സിനിമയെ വിട്ടു എന്നാണ് എൻ്റെ പറയാറ്. ഇടയ്ക്കിടെ എന്നെ വിളിക്കും, വേറെന്തോ ജോലിയാണിപ്പോൾ. സിനിമാ രംഗം വിട്ടുപോയെങ്കിലും സിനിമാക്കാരുമായുള്ള ബന്ധം വിടാത്ത ആളാണ് സന്തോഷ്. നമ്മുടെ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിലെ പ്രോഗ്രാമുകൾ കണ്ടിട്ട് വിളിച്ച് അഭിപ്രായങ്ങൾ പറയും. ഒരു സിനിമാക്കാരനുമായും ഇപ്പോൾ സന്തോഷിന് ബന്ധമില്ല. എന്നെ ഒരു 2-3 ദിവസം മുമ്പ് എന്നെ വിളിച്ചു. ചട്ടക്കാരിയിലെ നായകൻ, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അഭിനയം പഠിച്ചിറങ്ങിയ ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരൻ, നമ്മ ഗ്രാമം എന്ന സിനിമ നിർമ്മിച്ച് സംവിധാനം ചെയ്ത് നാഷണൽ അവാർഡും തമിഴ്നാട്, കേരള സർക്കാർ ഫിലിം അവാർഡുകളും നേടിയ മോഹൻ ശർമ്മ കയറിക്കിടക്കാൻ ഒരു കിടപ്പാടം പോലുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട്, ബന്ധുക്കൾ ആരുടെയും തുണയില്ലാതെ, പ്രമേഹത്തിൻ്റെയും ഹൈപ്പർ ടെൻഷൻ്റെയും വെർട്ടിഗോയുടെയും ഒക്കെ രോഗപീഠകളും കാലിനേറ്റ ഒരു വലിയ പരിക്കുമൊക്കെയായി ജീവിച്ചിരിക്കുന്ന സിനിമാ നഗരം വിട്ട് 50 കിലോമീറ്റർ അപ്പുറത്ത് ഗുമ്മിടിപ്പുട്ടിക്കടുത്ത്, ഗുമ്മിടിപ്പുട്ടി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്, ഗുമ്മിടിപ്പുട്ടിക്കടുത്ത് നന്ദ്യമ്പാക്കത്ത് ഒരു ഓൾഡ് ഏജ് ഹോമിലാണ്, വൃദ്ധസദനത്തിലാണ്. ആ വാർത്ത സന്തോഷം പറഞ്ഞപ്പോൾ എനിക്ക് അതിശയം തോന്നി. ദാമ്പത്യ ജീവിതത്തിൽ പല താളപ്പിഴകളും സംഭവിച്ച മനുഷ്യനായിരുന്നു മോഹൻ. സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം, മാന്യനാണ്, പക്ഷേ താളപ്പിഴകൾ കുടുംബ ബന്ധത്തിൽ സംഭവിച്ചു. അച്ഛനമ്മമാരോടൊപ്പം ബോംബെയിൽ ജീവിക്കുമ്പോഴാണ് മോഹൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ദാമ്പത്യ ജീവിതത്തിൽ ആദ്യത്തെ ദാമ്പത്യ ജീവിതം തുടങ്ങുന്നത് തന്നെ. പ്രശസ്ത സംഗീത ചക്രവർത്തി MD രാമനാഥൻ്റെ അനന്തരവനാണ് മോഹൻ. പാലക്കാട്ട് തത്വമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. തത്വമംഗലം. മന്ദസമീരനിൽ എന്ന് പറഞ്ഞ മനോഹരമായ ഒരു പാട്ട് ചട്ടക്കരിയിലുണ്ട്. ഇവിടെ കാറ്റിന് സുഗന്ധം എന്ന് പറഞ്ഞ രാഗം എന്ന് പറഞ്ഞ പടത്തിലൊരു പാട്ടുണ്ട്. നീല പൊന്മാനെ എന്നുള്ള നെല്ലിലെ പാട്ട്, കറുകറുതൊരു പെണ്ണാണ് എന്നുള്ള ഞാവൽപ്പഴങ്ങളിലെ പാട്ട്, മന്ദാകിനി ഗാന മന്ദാകിനി എന്നുള്ള സർവേക്കല്ലിലെ പാട്ട്, ചിത്രത്തോണിയിൽ അക്കരെ പോകാൻ എത്തിടാമോ പെണ്ണെ, ചിറയൻകീഴിലെ പെണ്ണെ എന്ന് പൂച്ചൽ ഖാദർ എഴുതിയ കായലും കയറിലെ മനോഹരമായ പാട്ട്, ഓർമ്മകളെ കൈവള ചാർത്തി എന്നുള്ള പ്രതീക്ഷയിലെ പാട്ട്,
കാളിന്തി കാളിന്തി എന്നുള്ള ചുവന്ന സന്ധികളിലെ പാട്ട്, വീണപൂവേ കുമാരനാശാൻ്റെ വീണപൂവേ എന്നുള്ള ജീവിക്കാൻ മറന്നുപോയ സ്ത്രീയിലെ പാട്ട്, ശരാന്തൽ തിരുതാണു മുകിലിൻ കുടിലിൽ എന്നുള്ള കായലും കയറിലെ പാട്ട്, മലയാളി മറക്കാത്ത ഞാൻ ഈ പറഞ്ഞ ഗാനങ്ങളടക്കം സ്ക്രീനിൽ ചുണ്ടനക്കിയത് മോഹൻ ശർമ്മയായിരുന്നു. എല്ലാം നല്ല പാട്ടുകളായിരുന്നു. സന്തോഷിൻ്റെ സംസാരത്തിനിടയിൽ ഈ പറഞ്ഞതൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഒരുപാട് നേരം സന്തോഷം സംസാരിച്ചു. തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. തെറ്റാണ് എന്ന് മനസ്സിലാക്കി തിരുത്തുന്നവനാണ് വിവേകമുള്ള മനുഷ്യൻ. അവനെയാണ് മനുഷ്യൻ എന്ന് വിളിക്കേണ്ടത്. ആവശ്യത്തിലധികം ഉയരവും ഓറഞ്ച് നിറവും സുമുഖനും അധികം ആരോടും അടുക്കാത്തവനും പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സന്തതിയും സേതുമാധവനെ പോലെ ഒരു താരപദവിയുള്ള സംവിധായകൻ്റെ ചട്ടക്കാരിയിൽ നായകനായി വരികയും ഒക്കെ ആവുമ്പോൾ അയാളോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നുക ആർക്കായാലും സ്വാഭാവികമാണ്. അച്ഛനോളം പ്രായമുള്ള ഒരു മനുഷ്യൻ്റെ വേലിയാകേണ്ടി വരുന്ന ഒരു സുന്ദരി കുട്ടി, അവളെ മനസ്സിലാക്കുന്ന കാമുകനായ ഒരു യുവാവ്, അവർ തമ്മിൽ അഗ്രഹാരത്തിൻ്റെ നിഴലും വെളിച്ചത്തിലും ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും അടുക്കുമ്പോൾ അഭിനയമാണെങ്കിലും അവരുടെ മനസ്സിൽ ചില പുതുനാമ്പുകൾ വിരിയാം. പ്രത്യേകിച്ചും അവിടെ അഭിനയിക്കുന്ന നടിയും ഒരു ബ്രാഹ്മണ പെണ്ണും ഒരുവൻ വിവാഹം കഴിച്ച് ഒരു കുഞ്ഞിനെ നൽകിയിട്ട് പാതിരാക്കി പാതി വഴിക്ക് ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ കാറിൽ നിന്നും ഇറക്കി വിട്ടോളുമാവുമ്പോൾ തന്നെ കെട്ടിപ്പുണരുന്നത് ക്യാമറയ്ക്ക് മുന്നിലായാലും അവളുടെ മനസ്സിൽ സ്വപ്നങ്ങൾ ചിറക് വിരിക്കാം. ഇത് സിനിമയിൽ ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാമുകനും കാമുകിക്കും സ്ഥിരമായി ശബ്ദം കൊടുക്കുന്ന ഒരു പുരുഷനും ഒരു സ്ത്രീയുമായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ ആലോചിച്ച് നോക്കൂ. നിരന്തരം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാമുകൻ പറയുന്ന പഞ്ചാര വർത്തമാനങ്ങളും കാമുകി പറയുന്ന ഇക്കിളി വർത്തമാനങ്ങളുമൊക്കെ മൈക്കിൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞ് ഇവരുടെ ജീവിതവും ഡബ്ബിങ്ങുമായിട്ടുള്ള അതിർവരമ്പ് നഷ്ടപ്പെടാം. അങ്ങനെ എവിടെയോ വെച്ച് മനസ്സുകൾ ഒന്നാകാം. അവർ പിന്നെ എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് ഭർത്താവുണ്ടെന്നുള്ള ചിന്തയൊക്കെ ചിലപ്പോൾ മറന്നുപോകാം. സാഹചര്യങ്ങൾ സംഭവിക്കുന്നതാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കും, പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ചന്ദ്രമോഹനും ആനന്ദവല്ലിയുമായി ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചപ്പോൾ സംഭവിച്ചത് ഇതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ചന്ദ്രമോഹൻ ചേട്ടൻ ചോദിച്ചിട്ടില്ല. അങ്ങനെ മോഹൻ്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ സംഭവിച്ചതാകണം ജീവിത വഴിയിൽ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത്. ചട്ടക്കാരിയിലും പ്രയാണത്തിലും ലക്ഷ്മിയായിരുന്നു നായിക. മോഹനെ എന്തുകൊണ്ടോ അവർക്കിഷ്ടമായി. മോഹനെ ലക്ഷ്മിക്ക് മാത്രമല്ല അക്കാലത്തെ സ്ത്രീകൾക്ക് മുഴുവൻ ഇഷ്ടമായിരുന്നു. അത്രയും റൊമാൻറ്റിക് നായകനായിരുന്നു. നല്ല റോസാപ്പ് പോലെ, പട്ട് റോസ പോലുള്ള നിറവും നല്ല ഹൈറ്റും മീശയൊക്കെ എടുത്ത് നല്ല സുമുഖനായ മോഹനെ ആരും ഇഷ്ടപ്പെടുമായിരുന്നു. മോഹനെ എന്തുകൊണ്ടോ മോഹനെ അവർക്കിഷ്ടമായി. ഒരു നാൾ ലക്ഷ്മി ബോംബെയിൽ ലെക്സ് സോപ്പിൻ്റെ പരസ്യത്തിൽ അഭിനയിക്കാനായി ചെന്നു. അക്കാലത്ത് ഈ സിനിമാ നടികളെല്ലാം ലെക്സ് സോപ്പ് വയ്ക്കുന്ന പരസ്യം എടുക്കുമായിരുന്നു. റിറ്റ്സ് ഹോട്ടലിലായിരുന്നു അവർ താമസം. അച്ഛനമ്മമാരോടൊപ്പം. മോഹൻ ബോംബെയിലാണല്ലോ താമസം. കൂടെ അഭിനയിച്ച മോഹനെ ലക്ഷ്മി വിളിക്കുന്നു. ഞാൻ നിങ്ങളുടെ നാട്ടിലുണ്ട്. എവിടെ? ബോംബെയിൽ. ഒരു പരസ്യത്തിൽ അഭിനയിക്കാൻ വന്നതാണ്. ഇവിടെ നല്ല ഇനം പെർഫ്യൂംസ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മോഹൻ ഇവിടെ വളർന്നവനല്ലേ, അറിയാമോ അത്തരം കടകൾ? അറിയാം. ഒന്നെൻ്റെ കൂടെ ഏതെങ്കിലും ഒരു നല്ല പെർഫ്യൂം കടയിലേക്ക് കൂട്ടുവരാമോ? വരാം. ഈ യാത്ര തൻ്റെ ജീവിതയാത്രയെ മാറ്റിമറിക്കുന്നതാവുമെന്ന് സത്യത്തിൽ മോഹൻ അറിയില്ലായിരിക്കാം. രണ്ടുപേരും കൂടി പെർഫ്യൂം വിൽക്കുന്ന കടകളിൽ കയറി. പലതും വാങ്ങിക്കുന്ന കൂട്ടത്തിൽ കൗതുകകരമായ ഒരു കുപ്പി ലക്ഷ്മി എടുത്തു. അത് ഈ ഷേവ് ചെയ്ത ശേഷം ആഫ്റ്റർ ഷേവ് എന്ന് പറയുന്ന ആ ക്രീമാണ്. ഷേവ് ചെയ്ത ശേഷം നമ്മൾ മുഖത്ത് പുരട്ടുന്നത്. അത് വിചിത്രമായൊരു കുപ്പിയിലായിരുന്നു. ഒരു ബ്രൗൺ നിറത്തിലുള്ള നായയുടെ രൂപത്തിലുള്ള കുപ്പിയിലായിരുന്നു ഈ ആഫ്റ്റർ ഷേവ് ഉണ്ടായിരുന്നത്.
50 വർഷം മുമ്പത്തെ കഥയാണ് ഞാനീ പറയുന്നത്. അന്ന് ആ ആഫ്റ്റർ ഷേവിൻ്റെ വില 500 രൂപയാണ്. 50 വർഷം മുമ്പ്. നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഇപ്പോൾ എത്ര രൂപ കൊടുക്കണം? അത്രയും ആകർഷകമായ ഒരു കുപ്പിയിലാണ് അത് പാക്ക് ചെയ്തിരിക്കുന്നത്. ഹോട്ടലിൽ നിന്ന് ആഹാരമൊക്കെ കഴിച്ച് ഇരുവരും പിരിഞ്ഞു. പിറ്റേന്ന് രാവിലെ വീണ്ടും വിളിച്ചു. എനിക്കൊന്ന് കാണണം എന്ന് ലക്ഷ്മി പറഞ്ഞു. അന്നത്തെ ലെക്സ് സോപ്പിൻ്റെ ഷൂട്ടിങ് ലക്ഷ്മി ക്യാൻസൽ ചെയ്ത് ഇരുവരും പുറത്ത് ആഹാരമൊക്കെ കഴിച്ച് പിരിയാൻ നേരം സ്നേഹത്തിനായി ദാഹിക്കുന്ന നിരാലംബയായ ഒരു യുവതിയുടെ നിലയിൽ നിന്ന് ലക്ഷ്മി മോഹനോടൊരു ചോദ്യം ചോദിച്ചു. മോഹൻ, എന്നെ വിവാഹം കഴിക്കാമോ? ശരിക്കും മോഹൻ ശർമ്മ ഞെട്ടിയിരിക്കാം. ഞാൻ മോഹനേട്ടനോട് ചോദിച്ചില്ല. തൻ്റെ കരിയർ ആരംഭിക്കുന്നതേ ഉള്ളൂ. ലക്ഷ്മി ചട്ടക്കാരിയൊക്കെ മലയാളത്തിലും തമിഴിൽ കുറച്ച് നല്ല ചിത്രങ്ങളിലുമൊക്കെ ചെയ്ത് ശ്രദ്ധേയായി നിൽക്കുകയാണ്. വിവാഹിതയാണ്. നിർമ്മാതാവും സംവിധായകനുമായ ഭാസ്കർ എന്ന മനുഷ്യനാണ് ലക്ഷ്മിയുടെ ആദ്യത്തെ ഭർത്താവ്. 1.5 വയസ്സുള്ള ഒരു മകളുണ്ട്. അച്ഛനമ്മമാരോട് എന്തു പറഞ്ഞ് സമ്മതിപ്പിക്കും? അന്ന് രാത്രി മോഹൻ ഉറങ്ങിയില്ല. രാവിലെ മോഹൻ അവരെ കണ്ടു. ഇതിനിടയിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുള്ളത്, ആദ്യത്തെ ദിവസം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് പിരിയാൻ നേരത്ത് 500 രൂപ വില കൊടുത്ത് അവർ വാങ്ങിച്ച ആഫ്റ്റർ ഷേവിൻ്റെ കുപ്പി, പട്ടിയുടെ രൂപത്തിലുള്ള കുപ്പി മോഹന് സമ്മാനമായി കൊടുത്തിരുന്നു. അപ്പോൾ 3-ാം ദിവസം രാവിലെ, രാത്രി തലേദിവസം ഉറങ്ങാത്ത മോഹൻ രാവിലെ അവരെ പോയി കണ്ടു. കൂടുതൽ വർത്തമാനമൊന്നും പറഞ്ഞില്ല. ലക്ഷ്മി ഇടാൻ വെച്ചിരുന്ന സിന്ദൂരം എടുത്ത് ലക്ഷ്മിയുടെ നെറ്റിയിൽ നെറുകയിൽ ചാർത്തി അയാൾ ലക്ഷ്മിയെ ഭാര്യയായിട്ട് സ്വീകരിച്ചു. മധുതുമൊക്കെ ഹോട്ടൽ മുറിയിൽ തന്നെ ആഘോഷിച്ചു. ലക്ഷ്മി തന്നെ ഞങ്ങൾ വിവാഹിതരായി എന്നുള്ള വാർത്ത പരസ്യമാക്കി. ഞാനും മോഹനും വിവാഹിതരായി എന്ന് ലക്ഷ്മി തന്നെ പുറത്തു പറഞ്ഞു. ജീവിതത്തിൽ ശരിക്കു പറഞ്ഞാൽ മോഹൻ ശർമ്മയുടെ നഷ്ടക്കച്ചവടമായിരുന്നു ലക്ഷ്മിയുമായുള്ള വിവാഹം എന്ന് പിന്നെ അനുഭവം അദ്ദേഹത്തെ പഠിപ്പിച്ചിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ലക്ഷ്മിയുടെ അമ്മ രുക്മിണിയും ഒരു അഭിനേത്രിയായിരുന്നു. കുമരി രുക്മിണി തഞ്ചാവൂർകാരിയാണ്. ഹരിചന്ദ്ര എന്ന ചിത്രത്തിൽ ബാലനടിയായാണ് അവർ തുടക്കം കുറിച്ചത്. ശ്രീവല്ലി എന്ന സിനിമയിൽ നായികയായി. നുങ്കമ്പാക്കം ജാനകിയുടെ മകളാണ് രുക്മിണി. അവരും ഒരു നർത്തകിയോ നടിയോ എന്തായിരുന്നു. ആര്? അമ്മുമ്മ. വൈവി റാവുവാണ് നമ്മുടെ, അദ്ദേഹം നടനും സംവിധായകനുമൊക്കെയാണ്. വൈവി റാവു അദ്ദേഹമാണ് ലക്ഷ്മിയുടെ അച്ഛൻ. രുക്മിണിയുടെ ഭർത്താവ്. ഏക മകൾ ലക്ഷ്മി. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായി 100ഓളം സിനിമകളിൽ രുക്മിണി അഭിനയിച്ചിട്ടുണ്ട്. മോഹൻ ലക്ഷ്മി ദാമ്പത്യ ജീവിതം കഷ്ടിച്ച് 10 വർഷം പോയി എന്ന് പറയാം. മോഹൻ വിവാഹം കഴിക്കുമ്പോൾ ലക്ഷ്മിയുടെ ആദ്യ ഭർത്താവിലെ കുട്ടിക്ക് പെൺകുട്ടിയാണ്. 1.5 വയസ്സായിരുന്നു പ്രായം. ശാന്തി മീന എന്നായിരുന്നു അവളുടെ പേര്. അമ്മയുടെ 2ാം ഭർത്താവിനെ കൊച്ചച്ചാന്നോ അച്ചാന്നോ ഡാഡിന്നോ ഒന്നും അവൾ വിളിച്ചില്ല, അങ്കിൾ എന്നാണ് വിളിച്ചിരുന്നത്. ശരിക്കും ശാന്തി മീനയെ വളർത്തിയതും ആഹാരം കഴിപ്പിക്കുന്നതും സ്കൂളിൽ കൊണ്ടാക്കുന്നതും ഒക്കെ ആയിരുന്നു അക്കാലത്ത് മോഹൻ്റെ പ്രധാന ജോലി. സ്വന്തം കരിയർ നശിപ്പിച്ചു എന്ന് തന്നെ പറയാം. ഹരിഹരൻ്റെ ഒളിയമ്പിലൂടെ ശാന്തി മീന ഐശ്വര്യ എന്ന പേര് സ്വീകരിച്ച് അഭിനേത്രിയായി മാറി. മോഹൻ പിരിഞ്ഞ ശേഷം ലക്ഷ്മി 3ാമതും വിവാഹിതയായി. സംവിധായകൻ രവിചന്ദ്രനെ അവർ കല്യാണം കഴിച്ചു. മറ്റൊരാളുമായി അമ്മയ്ക്ക് വഴിവിട്ട് എന്തോ ബന്ധമുണ്ട് എന്നുള്ള രഹസ്യം മോഹൻ അങ്കിളിന് പറഞ്ഞു കൊടുത്തത് ശാന്തി മീന എന്ന കുട്ടിയായിരുന്നു, ഐശ്വര്യയായിരുന്നു പറഞ്ഞു കൊടുത്തത്. അത്രയ്ക്ക് മോഹൻ ശാന്തി മീനയെ സ്നേഹിച്ചിരുന്നു. സിനിമാ നടിയായിരിക്കുമ്പോൾ ഐശ്വര്യ തൻവീർ അഹമ്മദ് എന്ന യുവാവിനെ സ്നേഹിച്ച് വിവാഹം കഴിച്ചു. അവൾ ബ്രാഹ്മണ പെണ്ണ്,
പയ്യൻ മുസ്ലിം ഒരു മകളുമായി അമ്മ നൽകാത്ത സ്നേഹം ഐശ്വര്യയ്ക്ക് നൽകി മോഹന് ശേഷം വളർത്തിയത് മുത്തശ്ശിയായ രുക്മിണിയായിരുന്നു. അവരുടെ മരണത്തോടെ ആശ്രയമറ്റ ഐശ്വര്യ മകളെ വളർത്താനായി വീടാന്തരം കയറിയിറങ്ങി സോപ്പ് വിൽക്കുന്ന പണി വരെ ചെയ്തിരുന്നു എന്നുള്ളത് ഇടയ്ക്ക് വലിയ വാർത്തയായിരുന്നു. കോടിക്കണക്കിന് രൂപ ഉള്ള അമ്മ വലിയ രമ്യഹർമ്മത്തിൽ താമസിക്കുമ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്ന ഐശ്വര്യ വീടാന്തരം കയറി ഇറങ്ങി സോപ്പ് കച്ചവടം വരെ നടത്തി തൻ്റെ കുട്ടിയെ വളർത്താനായിട്ട്. മകളെ തോൽപ്പിക്കാനായി ലക്ഷ്മി ഒരു പെൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തി. ആ കുട്ടിയും ഇപ്പോൾ വലിയ പെൺകുട്ടിയായി കാണണം, പെൺകുട്ടിയായി കാണും. പറഞ്ഞു വന്ന ഫ്ലോയിൽ പറയാൻ വിട്ടൊരു വാചകമുണ്ട് വീണ്ടും പറയാൻ. എന്നെ വിവാഹം കഴിക്കാമോ എന്ന് ലക്ഷ്മി മോഹനോട് ചോദിക്കുന്നതിനോടൊപ്പം പറഞ്ഞ ഒരു വാചകമാണത്. എനിക്കൊരു ജീവിതം തന്നാൽ ഞാൻ നായയെ പോലെ താങ്കളെ സ്നേഹിക്കും എന്ന് ഉറപ്പ് കൊടുത്തു മോഹന്. നായയുടെ മോൾഡിലെ ആഫ്റ്റർ ഷേവ് കുപ്പി വാങ്ങി നൽകിയത് അപ്പോൾ മോഹൻ ഓർത്തു. ആ വാചകത്തിലാകണം മോഹൻ ശർമ്മ ലക്ഷ്മിയുടെ മുന്നിൽ വീണത്. പട്ടിയെപ്പോലെ ഞാൻ നിങ്ങളുടെ കാൽ കീഴിൽ നന്ദിയുള്ള മൃഗമായി ജീവിച്ചോളാമെന്നുള്ള ഉറപ്പിലായിരിക്കും മോഹൻ വീണത്. ലക്ഷ്മിയെപ്പോലെ തന്നെ മോഹനും 3 വിവാഹം കഴിച്ചു. ലക്ഷ്മിയുമായി പിരിഞ്ഞ ശേഷം രണ്ടാമത് കല്യാണം കഴിച്ച വിവാഹത്തിൽ അദ്ദേഹത്തിനൊരു മകനുണ്ട്. ജർമ്മനിയിലാണ് അയാൾ ജോലി ചെയ്യുന്നത്. ഭരതനാട്യം നർത്തകിയായ ശാന്തിയെയാണ് 3ാമത് മോഹൻ വിവാഹം കഴിച്ചത്. അതും ശിഥിലമായിപ്പോയി. മോഹൻ്റെ ജീവിതം ശിഥിലമായിപ്പോയി. ശിങ്കിതം ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ദിക്കറ്റ പാർവതി എന്ന ഒരു സിനിമ 1973 പ്രസിഡൻറ്റിൻ്റെ നല്ല പ്രാദേശിക സിനിമയ്ക്കുള്ള പുരസ്കാരം നേടിയിരുന്നു. സി രാജഗോപാലാചാര്യയുടെ ഒരു ചെറുകഥയാണത്. മലയാളിയായ മങ്കട രവിവർമ്മയായിരുന്നു ഛായാഗ്രാഹകൻ. ലക്ഷ്മിയായിരുന്നു ദിക്കറ്റ പാർവതിയിലെ നായിക, ശ്രീകാന്ത് നായകനും. മദ്യനിരോധനമാണ് വിഷയം. ഇതിലെ ലക്ഷ്മിയുടെ പ്രകടനം മനോഹരമായ പ്രകടനമായിരുന്നു. ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള കോളേജ് വിദ്യാഭ്യാസമുള്ള ലക്ഷ്മി മദ്രാസിലെ ഒരു കമ്പനിയിൽ റിസപ്ഷനിൽ ജോലി ചെയ്യായിരുന്നു. സിനിമയിൽ അഭിനയിക്കണം എന്ന ആഗ്രഹമാണ് നിർമ്മാതാവും സംവിധായകനും നടനുമൊക്കെയായ ഭാസ്കറുമായുള്ള ദാമ്പത്യ ജീവിതം തകരാൻ കാരണം. ജീവനാംശം എന്ന സിനിമയാണ് ലക്ഷ്മിയുടെ ആദ്യ ചിത്രം. ബാലുമഹേന്ദ്രയുടെയും ഭരതൻ്റെയും പത്മരാജൻ്റെയും ആദ്യ ചിത്രമായ പ്രയാണത്തിൽ ലക്ഷ്മിയെ നായികയാക്കുന്നത് ദിക്കറ്റ പാർവതി കണ്ടിട്ടാണ്, അതിൻ്റെ പ്രകടനം കണ്ടിട്ടാണ് ഭരതൻ പ്രയാണത്തിലെ നായികയാക്കിയത്. PN മേനോൻ്റെ പണിമുടക്കിലും KS സേതുമാധവൻ്റെ ജീവിക്കാൻ മറന്നുപോയ സ്ത്രീയിലും ഒക്കെ അഭിനയിച്ച പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സന്തതി മോഹൻ പ്രയാണത്തിൽ നായകനായി. കൊട്ടാരക്കരയായിരുന്നു സെൻട്രൽ ക്യാരക്ടർ. പ്രയാണം നന്നായി ഓടിയ ചിത്രമല്ല. ഭരതൻ തന്നെയായിരുന്നു നിർമ്മാണവും. ഈ ചിത്രത്തോടെ മോഹൻ ലക്ഷ്മി ജോഡി പിറന്നു. ഇവരെ വച്ച് സിനിമകൾ എടുക്കണമെന്ന ചിന്ത വന്നു സിനിമാക്കാർക്ക്. ചട്ടക്കാരിയിൽ ഇവർ മനോഹരമായ പ്രകടനം കാഴ്ചവെച്ചു. അത് പിന്നെ നേരത്തെ പറഞ്ഞ പോലുള്ള അടുപ്പമായി വളർന്നു. താൻ അഭിനയിക്കുന്ന സിനിമകളിൽ മോഹൻ നായകനാകണമെന്ന് ലക്ഷ്മി ശഠിക്കുന്നതായി തമിഴ് സിനിമാ വാരികളിൽ അക്കാലത്ത് വാർത്തയായി. ചട്ടക്കാരി സേതുമാധവൻ തന്നെ ഹിന്ദിയിൽ ജൂലി എന്ന പേരിൽ ചിത്രീകരിച്ചു. വിജയവാഹിനി സ്റ്റുഡിയോയിൽ ജൂലി ചിത്രീകരിക്കുമ്പോൾ കവർ ചെയ്യാൻ ചെന്ന മധുവൈപ്പന ഇക്കാര്യം ലക്ഷ്മിയോട് തന്നെ നേരിട്ട് ചോദിച്ചു. നിങ്ങളിപ്പോൾ അഭിനയിക്കാൻ നിങ്ങളെ ഏതെങ്കിലും പടത്തിൽ ബുക്ക് ചെയ്യാൻ വന്നാൽ നിങ്ങൾ അതിൽ നായകനായിട്ട് മോഹൻ വേണമെന്ന് പറയാറുണ്ടോ എന്ന് വൈപ്പന ചോദിച്ചു. തമിഴ് പത്രങ്ങൾ എന്നെയും മോഹനെയും വച്ച് പലതും എഴുതുന്നു. അവർ എഴുതിയാലും എനിക്കൊന്നുമില്ലായിരുന്നു.
ഇതാണ്, എനിക്കൊന്നും സംഭവിക്കില്ല എന്നാണ് ലക്ഷ്മിയുടെ മറുപടി. ലക്ഷ്മി മോഹനോടൊപ്പം അണ്ണാ തിയേറ്ററിൽ സത്യജിത്രയുടെ സീമബദ്ധ എന്ന സിനിമ കാണാൻ പോയി എന്നെഴുതി വന്നതും തെറ്റാണോ എന്നായി വൈപ്പന. ഒരു തെറ്റുമില്ല. ഞങ്ങളവിടെ പോയതാണ് സിനിമ കാണാൻ. പക്ഷേ ഞങ്ങൾ തോളത്ത് കൈയിട്ടിരുന്നു എന്നുകൂടി എഴുതരുതായിരുന്നു. ശ്രീവിദ്യയുടെ ചാൻസുകൾ ലക്ഷ്മി തട്ടിയെടുക്കുന്നു എന്നെഴുതിയതോ? ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. കാരണം അത് അധാർമികമാണ്. ഒരാളിൻ്റെ അവസരം വേറൊരാൾ തട്ടിയെടുക്കുന്നു എന്ന് പറയുന്നത് അധാർമികമാണ്. ഞാനങ്ങനെ ചെയ്യില്ല. എനിക്ക് തമിഴിൽ വളരെ കൂടുതൽ പ്രതിഫലം കിട്ടുമായിരുന്നിട്ടും മലയാളത്തിൽ അഭിനയിക്കുന്നത് നല്ല സിനിമകളെ ആസ്വദിക്കുന്ന ഒരു ജനത മലയാളത്തിലുള്ളതുകൊണ്ടാണ്. ജീവിക്കാനുള്ള പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നെ സംതൃപ്തി കിട്ടുന്നത് കഴിവുകൾ അംഗീകരിക്കപ്പെടുമ്പോഴാണ്. 1972 ലക്ഷ്മി 2 ഭാഷകളുടെ പ്രകടനത്തിന് ഫിലിം ഫെയറിൻ്റെ 2 അവാർഡുകൾ നേടി. നേരത്തെ പറഞ്ഞ ദിക്കറ്റ പാർവതിയുടെ പ്രകടനത്തിന് തമിഴിലും ചട്ടക്കാരിയിലെ പ്രകടനത്തിന് മലയാളത്തിലും ഒരേ വർഷം തന്നെ 2 അവാർഡുകൾ നേടി. ഒരു നാൾ വെളുപ്പിന് മോഹൻ താമസിച്ചിരുന്ന ദേവനാഥൻ റോഡിലെ 9B നമ്പർ വീട്ടിൽ മധുവയ്പ്പനെയും എന്താ പറയുക ഫോട്ടോഗ്രാഫർ തർമൻ കൊടുങ്ങല്ലൂരും കൂടി കയറി ചെന്നു. വെളുപ്പാക്കാലത്ത് മോഹനെ വിളിച്ചിറക്കി മെറീന ബീച്ചിൽ കൊണ്ടുപോയി സൂര്യനെ പശ്ചാത്തലമാക്കി ധർമ്മൻ കൊടുങ്ങല്ലൂർ കുറേ കളർ പടങ്ങളെടുത്തു. വൈപ്പന അത് നാനയിൽ കവറായി പ്രിൻ്റ് ചെയ്യുകയും ചെയ്തു. ലക്ഷ്മി പറഞ്ഞതൊക്കെ അപ്പോൾ വൈപ്പന മോഹനോട് പറഞ്ഞു. ചില ചിത്രങ്ങളിൽ ഞാനും ലക്ഷ്മിയും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ ഈ പറയുന്ന ബന്ധമൊന്നുമില്ല എന്ന് വെട്ടിമുറിച്ചതുപോലെ മോഹൻ പറഞ്ഞു. ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ നായികമാരുടെയും ലിസ്റ്റ് എടുത്തു വച്ച് ആലോചിച്ചിട്ടാണ് സേതുമാധവനും MO ജോസഫും തട്ടക്കാരിയിൽ ലക്ഷ്മി മതിയെന്ന് നിശ്ചയിക്കുന്നത്. വടിവത്ത ശരീരഘടനയും സൗന്ദര്യവുമുള്ള ലക്ഷ്മി വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമാണെന്നുള്ള വിവരം ഓർക്കാതെയാണ് തമിഴ് പത്രങ്ങൾ അവരെക്കുറിച്ച് എഴുതുന്നത് എന്ന് മോഹൻ വിശദീകരിച്ചു. അത് വായിച്ചിട്ട് ലക്ഷ്മി വളരെ നേരം കരഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് ഈ വാർത്ത യാതൊരു അത്ഭുതവും ഉണ്ടാക്കിയില്ല. കാരണം ബോംബെ പത്രങ്ങളുടെ രീതി കണ്ട് വളർന്നവനാണ് ഞാനിപ്പോൾ 4 ഹിന്ദി ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന സമയമാണ്. വൈപ്പനയും മോഹനും ധർമ്മൻ കൊടുങ്ങല്ലൂരും കൂടി ഫോട്ടോ എല്ലാം എടുത്ത ശേഷം പതിയെ നടന്ന് മെറീന ബീച്ചിലെ ഗാന്ധി പ്രതിമയ്ക്ക് അടുത്തെത്തുമ്പോൾ ടെന്നീസ് കളിക്കാരൻ്റെ വേഷമിട്ട് നടക്കാനിറങ്ങിയ കാതൽ മന്നൻ എന്ന് തമിഴർ വിളിക്കുന്ന ജമിനി ഗണേശൻ മുന്നിൽ വന്നു. കണ്ടപാടെ ഒരു മടിയുമില്ലാതെ കാതൽ മന്നൻ ചോദിച്ചു, മോഹൻ എന്നാണ് വിവാഹം? ഇതായിരുന്നു ചോദ്യം. പരിചയമൊന്നുമില്ല, അങ്ങ് ചോദിക്കുകയാണ് എന്നാണ് വിവാഹമെന്ന് ലക്ഷ്മിയായിട്ട്. മോഹൻ മറുപടി പറഞ്ഞില്ല. നടന്നുകൊണ്ട് വീണ്ടും ജമിനി ഗണേശൻ വാചാലനായി. അദ്ദേഹം 4 or 5 കല്യാണം കഴിച്ച ആളാണല്ലോ. മോഹൻ, നിങ്ങൾ ചെറുപ്പമാണ്, ഇപ്പോൾ പ്രേമിച്ചില്ലെങ്കിൽ എന്ത് രസം. പക്ഷേ ലക്ഷ്മി ഭർത്താവും കുട്ടിയുമുള്ള സ്ത്രീയാണ്. അവളുടെ പേര് പത്രക്കാർ ഉപയോഗിച്ചത് തെറ്റായിപ്പോയി എന്ന പക്ഷക്കാരനാണ് ജമിനി ഗണേശൻ. പത്രക്കാർക്ക് സെൻസേഷൻ വേണം. ഞാനിതൊന്നും കാര്യമാക്കുന്നില്ല എന്നായി മോഹൻ. ഞങ്ങളൊന്നിച്ച് സിനിമയ്ക്ക് പോകും, ഹോട്ടലുകളിൽ പോവും, പത്രങ്ങളിൽ വാർത്ത വരുമെന്ന് പേടിച്ച് ഈ ബന്ധം അവസാനിപ്പിക്കുകയില്ല. ഞങ്ങളുടേത് ആത്മാർത്ഥമായ സുഹൃത്ത് ബന്ധമാണ്. ലക്ഷ്മി അവരുടെ എല്ലാ പ്രശ്നങ്ങളും എന്നോട് തുറന്നു പറയാറുണ്ട്. ഞാൻ അങ്ങോട്ടും. ഒരു നടനും നടിയും തമ്മിൽ ഇത്തരം ബന്ധങ്ങൾ പാടില്ല എന്നുണ്ടോ? ഞാനും മോഹനും സഹപ്രവർത്തകരാണ്. നല്ല സുഹൃത്തുക്കൾ എന്ന നിലയിലാണ് അടുപ്പം. ബോയ് ഫ്രണ്ടുമാർ പലർക്കുമില്ലേ? വിശാല മനസ്കർ ഇതൊന്നും കാര്യമാക്കാറില്ല എന്നാണ് ലക്ഷ്മി പറഞ്ഞത്. എന്തായാലും 2 പേരുടെയും ഉന്നം ഹിന്ദി സിനിമകളിൽ അഭിനയിക്കണം എന്നതായിരുന്നു. മോഹൻ്റെ നയ ദിൻ നയി രാത്ത്
ആ സമയത്ത് റിലീസായി. ലക്ഷ്മിയുടെ ചട്ടക്കാരിയുടെ റീമേക്കായ ജൂലി ഗംഭീര വിജയമായി. സാക്ഷാൽ ഹേമമാലിനിയുടെ അമ്മ ജയ ചക്രവർത്തി നിർമ്മിക്കുന്ന ഹിന്ദി ചിത്രത്തിലെ നായികയായി പോലും ലക്ഷ്മിയെ ബുക്ക് ചെയ്തു. സുനിൽ ദത്തിൻ്റെ സിനിമകളിലേക്കും ലക്ഷ്മിയെ കരാറായി. ആർട്ട് സിനിമകളിൽ അഭിനയിക്കാൻ വന്ന ലക്ഷ്മി പിക്നിക്കിലും ചട്ടമ്പി കല്യാണിയിലുമൊക്കെ നായികയായി. പിന്നെ തല്ലിപ്പൊളി സിനിമകളല്ലേ, ഒരുപാട് കളക്ട് ചെയ്തു പടങ്ങൾ. ഈ 2 പടവും വലിയ സൂപ്പർ ഹിറ്റുകളായിരുന്നു. പക്ഷേ ആർട്ട് സിനിമകളിൽ നല്ല സിനിമകളുടെ പക്ഷത്ത് നിൽക്കണമെന്ന് പറഞ്ഞ് വന്നതാണ്. പിന്നെ ചട്ടമ്പി കല്യാണിയും പിക്നിക്കും ഒക്കെയാണ് ചെയ്തത്. മാസങ്ങൾക്ക് ശേഷം വൈപ്പന വീണ്ടും മദ്രാസിലെത്തിയപ്പോൾ സുഹൃത്തായ മോഹനെ തിരക്കി വീട്ടിൽ ചെന്നു. മോഹൻ വീട്ടിൽ നിന്ന് അപ്പോഴേക്കും താമസം മാറിയിരുന്നു. അത് പറയുമ്പോൾ മോൻ പിഴച്ചുപോയ ദുഃഖവും വിദ്വേഷവും മോഹൻ്റെ അച്ഛൻ്റെ മുഖത്തുണ്ടായിരുന്നു എന്നാണ് വൈപ്പന പറയുന്നത്. വീണ്ടും മോഹനെ നേരിക്കണ്ടപ്പോൾ നെല്ല് എന്ന് പറഞ്ഞ സിനിമയിൽ രാമു കാര്യാട്ട് തന്നോട് ചില അന്യായങ്ങൾ കാണിച്ചു എന്ന് മോഹൻ പരാതി പറഞ്ഞു. നെല്ലിൽ നായകനായ തനിക്ക് പോസ്റ്ററിൽ, ടൈറ്റിൽ കാർഡുകളിൽ ഒന്നിലും അർഹിക്കുന്ന പ്രാധാന്യം നൽകിയില്ല. പ്രേം നസീറിനെ വലുതായി കാണിച്ചു. എൻ്റെ പരാതികൾ താങ്കൾ നാനയിൽ എഴുതണമെന്ന് മോഹൻ ശഠിച്ചു. ഇതൊക്കെ എഴുതി വന്നാൽ നാന കൂടുതൽ വിൽക്കും. പക്ഷേ മോഹന് സിനിമാ രംഗത്ത് ശത്രുക്കളുടെ എണ്ണം കൂടുമെന്ന് വൈപ്പൻ ഉപദേശിച്ചു. പിരിഞ്ഞു. രാത്രിയായപ്പോൾ വീണ്ടും മോഹൻ വിളിച്ചു. താങ്കളുടെ ഉപദേശം ശരിയാണെന്നും ഞാൻ പറഞ്ഞതൊന്നും എഴുതരുതെന്നും മോഹൻ അഭ്യർത്ഥിച്ചു. ഒരു കാരണവശാലും ലക്ഷ്മിയെ വിശ്വസിക്കരുത് എന്ന് വൈപ്പന മോഹനെ നന്നായി ഉപദേശിച്ചു. ഒരു കാരണവശാലും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് എന്ന് വൈപ്പനയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമല്ലോ, ഉപദേശിച്ചു. 1977 വൈപ്പനയുടെ നാടായ പാലായിൽ ഒരു സ്റ്റാർ നൈറ്റിൽ മോഹൻ പങ്കെടുത്തു. ഞാവൽപ്പഴങ്ങളിൽ മോഹൻ പാടി അഭിനയിച്ച കറുകറുത്തൊരു പെണ്ണാണ്, കടഞ്ഞെടുത്തൊരു പെണ്ണാണ് എന്നുള്ള പാട്ട് പാടി പാലായിലെ കാണികളെ മോഹൻ കയ്യിലെടുത്തു. ബോംബെയിൽ സ്ഥിര താമസമാക്കിയിരുന്നെങ്കിൽ മോഹൻ ഹിന്ദി സിനിമയിൽ ശോഭിക്കുമായിരുന്നു എന്നാണ് വൈപ്പന പറയുന്നത്. പകരം സിനിമയിൽ വിചാരിച്ച തിരക്കുകളില്ലാതായപ്പോൾ മാമ്പലത്ത് തുണിക്കട, ജൗളിക്കടയൊക്കെ നടത്തി മോഹന് പിന്നെ ജീവിക്കേണ്ടി വന്നു. അതാണ് വിധി നിയോഗം എന്ന് പറയുന്നത്. ചിലപ്പോൾ അദ്ദേഹം ബോംബെ ഹിന്ദി സിനിമകളിലേക്ക് ഫോക്കസ് ചെയ്ത് നിന്നിരുന്നെങ്കിൽ ലക്ഷ്മിയെ ചിലപ്പോൾ കല്യാണം പോലും കഴിക്കില്ലായിരുന്നു. KV ഭാസ്കരേട്ടൻ്റെ മകൻ തമിഴിലെ ഒരു യൂട്യൂബിൽ വന്ന വാർത്തയുടെ ലിങ്ക് എനിക്ക് അയച്ചു തന്നു. ആര് വായിച്ചു തരാം, എനിക്ക് വായിക്കാൻ അറിയാമോ? ഒടുവിൽ സന്തോഷത്തെ തന്നെ ഞാൻ വിളിച്ചു. അയാൾ വായിച്ചു തന്നു. എനിക്ക് അതിൻ്റെ അർത്ഥം പിടികിട്ടും. ബന്ധപ്പെടാൻ സന്തോഷിൻ്റെ കൈവശം നമ്പരൊന്നും തന്നെ ഇല്ല. സിനിമാക്കാരുടെ ആരുടെയും നമ്പർ സന്തോഷിൻ്റെ ഇല്ല. എന്തിനു കേട്ടാ, ഞാനതൊക്കെ മായ്ച്ചു കളഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇതിനൊക്കെ ഞാൻ ആദ്യം സമീപിക്കുന്നത് ഇന്ത്യ ടുഡേയുടെ എഡിറ്റർ PK ശ്രീനിവാസനെയാണ്. ഞാൻ ചേട്ടനെ വിളിച്ചു. അദ്ദേഹത്തിന് മോഹനെ പരിചയം പോലുമില്ല. സിനിമയിൽ സകല വ്യാപിയായ മദ്രാസ് വാസിയായ ശരചന്ദ്രനെ വിളിച്ചു. അദ്ദേഹം എനിക്ക് നമ്പർ അയച്ചു തന്നു. രാമാവതാർ അഗർവാൾ സഭയുടെ വൃത്ത സേവാ ആശ്രമത്തിലാണ് മോഹൻ്റെ താമസം. റോട്ടറി ക്ലബിൽ പ്രതാപിയായിരുന്ന കാലത്ത് മോഹൻ പ്രസിഡൻ്റായിരുന്നു. അന്ന് കൂടെ ഉണ്ടായിരുന്ന ചിലർ ഈ വൃത്ത സേവാ ആശ്രമത്തിലെ അംഗങ്ങളാണ്. അവർ മോഹനെ അവിടെ എത്തിച്ചു. നന്ദ്യമ്പാക്കം എന്ന സ്ഥലത്താണ് ഈ ആശ്രമം. റൂമിൽ AC ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, TV ഉണ്ട്. ഇതൊക്കെ സുഹൃത്തുക്കൾ സ്പോൺസർ ചെയ്ത് വാങ്ങിക്കൊടുത്തതാണ്. ആശ്രമത്തിൽ കിടപ്പാടവും ഉണ്ട്, ആഹാരവും അവിടെ കിട്ടും, ഡോക്ടറുടെ സേവനവും കിട്ടും. പക്ഷേ മരുന്ന് സ്വയം വാങ്ങണം, അതവിടെ കിട്ടില്ല. ശരചന്ദ്രൻ തന്ന സെൽ നമ്പർ പതിയെ ഞാൻ വിളിച്ചു. ഒട്ടും നേതൃത്വം തോന്നിക്കാത്ത ഘനഗാംഭീര്യ ശബ്ദത്തിൽ മറുതലയ്ക്കൽ നിന്ന് വളരെ പതിയെ ഹലോ ഹലോ ഇങ്ങനെ ഒരു ചോദ്യം. ഞാൻ വളരെ കൂളായിട്ട്, ചേട്ടാ ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. പറയൂ. എൻ്റെ പേര്
ശാന്തിയുള്ള ദിനേശ് എന്നാണ്. കേട്ടിട്ടുണ്ട്. ഞാൻ സംവിധായകൻ ഹരികുമാറിൻ്റെയും ജേസി സാറിൻ്റെയും അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ഓക്കെ. ഇന്നലെ ചെന്നൈയിൽ നിന്നൊരാൾ ചേട്ടൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എനിക്ക് അയച്ചു തന്നു. തമിഴിൽ എഴുതിയിരിക്കുന്നതിനാൽ എനിക്ക് വായിക്കാൻ അറിയില്ല. അപ്പോൾ അയച്ചു തന്ന ആൾ വായിച്ച് കേൾപ്പിച്ചു തന്നു. ഓക്കെ. ഞാനൊരു ചാനൽ നടത്തുന്നുണ്ട്. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ. ഇപ്പോൾ ചേട്ടൻ എത്തി നിൽക്കുന്ന അവസ്ഥയെപ്പറ്റി ഫോണിലൂടെ പറയാൻ കഴിയുമോ? ഞാൻ മദ്രാസിലല്ല, അവിടുന്ന് 50 കിലോമീറ്റർ അകലെ ഒരു വൃദ്ധാശ്രമത്തിലാണ്, ഓൾഡ് ഏജ് ഹോം. അതറിഞ്ഞു. പറഞ്ഞയാൾ അതൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. ആരാ മനുഷ്യൻ, അതായത് എനിക്ക് പറഞ്ഞു തന്ന മനുഷ്യൻ ആരാണെന്ന്. ചട്ടക്കാരിയിൽ ചേട്ടനെ മേക്കപ്പിട്ട KV ഭാസ്കരേട്ടൻ്റെ മകൻ സന്തോഷ്. ഓക്കെ. ഇവിടെ ഒരു ഓൾഡ് ഏജ് ഹോമിലാണ് താമസം. വൃദ്ധാശ്രമം എന്ന് പറയില്ലേ, അവിടെയാണ്. ചേട്ടനൊരു തുണിക്കട ഉണ്ടായിരുന്നല്ലോ, അതിപ്പോഴുണ്ടോ? അതൊക്കെ വിറ്റുപോയിട്ട് 25 വർഷമെങ്കിലും ആയി കാണും. ചേട്ടൻ എത്ര കുട്ടികളാണ്? ഒരു മകൻ, അവനിപ്പോൾ ജർമ്മനിയിലാണ്. ഭാര്യയോ? അവരെ ഞാൻ ഡൈവേഴ്സ് ചെയ്യേണ്ടി വന്നു. ചേട്ടന് പാലക്കാട്ട് ആരൊക്കെ ഉണ്ട്? ബന്ധുക്കളൊക്കെ ഉണ്ട്. നിങ്ങൾ ഒരമ്മ ഒരച്ഛൻ മക്കളിൽ എത്ര പേരാ? ഞങ്ങൾ 8 പേർ. ഏറ്റവും ഇളയവനാണ് ഞാൻ. സഹോദരങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരെല്ലാം മുതിർന്നവരാ. എനിക്ക് തന്നെ 80 വയസ്സായി. ഞങ്ങളുടെ എത്രയായി? 80. ഒരിക്കലും 80കാരൻ എന്ന് പറയില്ല കേട്ടോ. പക്ഷെ അതിന് മറുപടി അദ്ദേഹം പറഞ്ഞില്ല. ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താ? ഡോക്ടറുണ്ട്, ഹെൽപ്പേഴ്സുണ്ട്, സമയത്തിന് ഫുഡ് തരാറുണ്ട്. അങ്ങനെയാണ് ജീവിതം. ചേട്ടനെ രജനീകാന്ത് സഹായിച്ചോ? സഹായിച്ചു. 2 മാസം മുന്നേ എൻ്റെ അവസ്ഥ ആരോ അറിഞ്ഞ് അദ്ദേഹം എന്നെ വിളിച്ചു. ബാങ്കിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചു. 1 മണിക്കൂറിനകം അദ്ദേഹം എനിക്ക് 1 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലിട്ടു. അത് പറഞ്ഞപ്പോൾ മോഹനേട്ടനൊന്ന് തേങ്ങിയോ എന്ന് എനിക്കൊരു സംശയം. പറയാവുന്ന പ്രധാന അസുഖങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും എനിക്ക് വെർട്ടിഗോ ഉണ്ട് ദിനേശ്. നിന്ന നിൽപ്പിൽ തല ചുറ്റും. തല പെട്ടെന്ന് കറങ്ങുന്ന അസുഖമല്ലേ. ഷുഗറുണ്ട്, നല്ല ഹൈ ഷുഗറുണ്ട്. ഹൈപ്പർ ടെൻഷനുണ്ട്. കാലിലൊരു സർജറി വേണ്ടി വന്നു. അപ്പോൾ പരസഹായം വേണം എന്നായി. കഴിയാൻ നിവർത്തിയില്ല. അങ്ങനെ ഒരു സ്ഥിതിയായപ്പോൾ കൂട്ടുകാർ ഇങ്ങോട്ട് കൊണ്ടുപോന്നു. ലൈബിലിറ്റീസ് വല്ലതും ഉണ്ടോ? ഉണ്ടായിരുന്നു. സിനിമ എടുത്തില്ലേ നമ്മ ഗ്രാമം, വീട് വിറ്റ് അതെല്ലാം തീർത്തു. സ്വന്തം കയ്യിൽ നിന്നും കടമെടുത്തുമാണ് നമ്മ ഗ്രാമം ചെയ്തത്. സപ്പോർട്ടിംഗ് ആക്ടർക്കുള്ള ദേശീയ അവാർഡ് സുകുമാരിക്കും കോസ്റ്റ്യൂമർക്കുള്ള അവാർഡ് ഇന്ദ്രൻസ് ജയനും കിട്ടി നമ്മ ഗ്രാമത്തിൽ. നല്ല കഥയ്ക്കും, നല്ല കഥ എഴുതിയത് മോഹനാണ്. മോഹനും മികച്ച ഗായകനായിട്ട് ഡോക്ടർ ബാലമുരളി കൃഷ്ണയ്ക്കും കേരള സംസ്ഥാന അവാർഡുകൾ ലഭിച്ചു. മികച്ച ചിത്രത്തിനും മികച്ച എഡിറ്റർക്ക് ബി ലെനിനും തമിഴ്നാട് സർക്കാരിൻ്റെ അവാർഡും നമ്മ ഗ്രാമം നേടിക്കൊടുത്തു. 2 കോടി രൂപ ചെലവായി. മുഖ്യമന്ത്രി ജയലളിത അവരുടെ ജയ TV-യിൽ 1.25 കോടി രൂപയ്ക്ക് സിനിമ നമ്മ ഗ്രാമം എടുത്തോളാം എന്ന് ഏറ്റിരുന്നു. പെട്ടെന്നാണ് അവർക്ക് അസുഖം കൂടുതലാവുകയും ആശുപത്രിയിലാവുകയും മരിക്കുകയും ചെയ്തത്. എൻ്റെ ജീവിതം തന്നെ അതോടെ തകടം പറഞ്ഞു. ജയലളിതയും രജനീകാന്തും താമസിക്കുന്ന പയസ് ഗാർഡനിലാണ് മോഹൻ്റെയും വീട്. അതാണ് ഇപ്പോൾ വിറ്റുപോയത്. പയസ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ പറയുന്ന വില കിട്ടുന്ന, കോടികൾ വിലമതിക്കുന്ന സ്ഥലമാണ്. കാരണം ജയലളിത താമസിക്കുന്നു, രജനീകാന്ത് താമസിക്കുന്നു.
സഹായിക്കാൻ എത്തിയവരെല്ലാം എന്നെ പറ്റിച്ചു ദിനേശ്. കയ്യിൽ 10 പൈസ ഇല്ലാതായി, കാശില്ലാതായി. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് പോരേണ്ടി വന്നത്. മരുന്നിന് മാത്രം മാസം 32,000 രൂപയിലധികം ചിലവുണ്ട്. നമ്മ ഗ്രാമം ഏതെങ്കിലും OTT പ്ലാറ്റ്ഫോം എടുത്താൽ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ ശിഷ്ടകാലം എനിക്ക് നന്നായിട്ട് ജീവിക്കാമായിരുന്നു. ഇപ്പോൾ ചെന്നുപെട്ട സ്ഥലത്ത് ഒരു ലോങ് ലൈഫ് ജീവിക്കാൻ ചേട്ടന് പറ്റുമോ? പാവം ചിരിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ മറുപടി പറയും അതിന്? ഇവിടുത്തെ ജീവിത രീതി അനുസരിച്ച് നമ്മൾ ജീവിച്ചേ പറ്റൂ ദിനേശ്. മദ്രാസ് വിട്ട് ചേട്ടന് വരാനാവുമോ? വരാമല്ലോ. വർക്ക് എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ വരാം. ആരെങ്കിലും വിളിക്കണ്ടേ? സീരിയലിലോ സിനിമയിലോ ആര് വിളിച്ചാലും ഞാൻ വരാം ദിനേശ്. ഈ മറുപടി മലയാളത്തിലെ സീരിയൽ എടുക്കുന്ന സിനിമ എടുക്കുന്നവർ ശ്രദ്ധിക്കട്ടെ. ഈ 80-ാം വയസ്സിലും അദ്ദേഹം പറയുന്നു, ഞാൻ വന്ന് മനോഹരമായി അഭിനയിക്കാം, അതുകൊണ്ട് സുഖമായി ജീവിക്കുകയും ചെയ്യാമല്ലോ. ഈ പ്രോഗ്രാം കാണുന്ന സിനിമാക്കാർ, സീരിയലുകാർ മോഹൻ ശർമ്മയെ ഓർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ 1600 പേർ സന്തോഷപൂർവ്വം താമസിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് പത്തനാപുരത്ത്, ഗാന്ധി ഭവൻ. നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ചന്ദ്രമോഹൻ്റെ ഭാര്യയായിരുന്ന അമ്പിളിയുടെ അമ്മ പാലത്തങ്കം, സിനിമാ പത്രപ്രവർത്തകൻ CN കൃഷ്ണൻകുട്ടി, നടനും നിർമ്മാതാവുമൊക്കെ ആയിരുന്ന TP മാധവൻ, ഇവരൊക്കെ ഗാന്ധി ഭവനിലാണ് ജീവിച്ചിരുന്നത്. അത് ശരി, നമ്മുടെ ലുലു ഗ്രൂപ്പിൻ്റെ തലവനായ ദൈവപുത്രനെ പോലെ ബഹുമാനിക്കേണ്ട യൂസഫ് അലി ബായി 17 കോടി മുടക്കി അമ്മമാർക്ക് താമസിക്കാനായി ഒരു വലിയ ബഹുനില കെട്ടിടം കെട്ടിക്കൊടുത്തു. അപ്പോൾ അച്ഛന്മാർക്കില്ലേ എന്ന് ചോദ്യം വന്നപ്പോൾ 22 കോടി രൂപ മുടക്കി അച്ഛന്മാർക്കും താമസിക്കാനുള്ള ബഹുനില കെട്ടിടം പണി പൂർത്തിയാക്കിയിരിക്കുന്നു. അത് ശരി, എനിക്ക് പറയാൻ സ്വാതന്ത്ര്യമുള്ള സ്ഥാപനമാണ്. എൻ്റെ ഭാര്യ സിന്ധു ഗാന്ധി ഭവൻ്റെ ചെയർമാൻ ഡോക്ടർ പുനലൂർ സോമരാജനെ വിളിക്കുന്നത് പോലും അച്ഛ എന്നാണ്. അദ്ദേഹം എൻ്റെ മോളെ എന്നാണ് സിന്ധുവിനെ വിളിക്കുന്നത്. അത് ശരി, ഇപ്പോൾ താമസിക്കുന്ന ഈ ഓൾഡ് ഹോമിൽ എപ്പോഴെങ്കിലും ജീവിതം ദുസ്സഹമാണെന്ന് തോന്നിയാൽ ഏതു പാതിരയ്ക്കും എന്നെ ചേട്ടന് വിളിക്കാം. ഞാൻ ഗാന്ധി ഭവനിൽ ചേട്ടനെ എത്തിക്കാം. വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തരാം. മദ്രാസിൽ നിന്ന് വരാനുള്ള സാമ്പത്തികമില്ലെങ്കിൽ പോലും ഞാൻ അയച്ചു തരാം. തിരുവനന്തപുരത്ത് വന്നിറങ്ങിയാൽ ഞാനും എൻ്റെ കുടുംബവും, എൻ്റെ മോനും ഞാനും എല്ലാം കൂടി വന്ന് ചേട്ടനെ കാറിൽ കയറ്റി പത്തനാപുരത്ത് കൊണ്ടുവന്ന് സുഖമായി അവിടെ ജോയിൻ ചെയ്യിക്കാം എന്ന് ഞാൻ പറഞ്ഞു. ചന്ദ്രമോഹൻ ചേട്ടനുമായിട്ട് സന്തോഷകരമായി അവിടെ ജീവിക്കാം. ചന്ദ്രമോഹൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് അയക്കും. ഞാൻ ഈ വിവരം അദ്ദേഹത്തെയാണ് ആദ്യം വിളിച്ച് പറഞ്ഞത്. അദ്ദേഹവുമായി നേരം പങ്കിട്ട് സുഖമായി ചേട്ടൻ അവിടെ ജീവിക്കാം. ഒരുപാട് സന്തോഷം ദിനേശ്. ഞാൻ ദിനേശിൻ്റെ നമ്പർ ഫീഡ് ചെയ്ത് വച്ചോളാം. തമിഴിൽ വന്ന പോലെ മലയാളത്തിൽ ചേട്ടൻ്റെ സ്ഥിതിയെപ്പറ്റി ഒരു എപ്പിസോഡ് ഞാൻ ചെയ്യട്ടെ. സന്തോഷം ദിനേശ്, ചെയ്യൂ. ഫോൺ എടുത്തപ്പോഴുള്ള മനുഷ്യനായിരുന്നില്ല ഫോൺ വയ്ക്കുമ്പോൾ അദ്ദേഹം. ഞാൻ നേരെ ഗാന്ധി ഭവനിലേക്ക് വിളിച്ചു. സോമരാജൻ സാറിൻ്റെ നമ്പർ ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നീട് അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചു. കാര്യങ്ങൾ കേട്ട അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും നമുക്കിവിടെ എല്ലാം തരപ്പെടുത്തി കൊടുക്കാം എന്ന് ഏറ്റു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ സിനിമാക്കാർക്ക് ഒരു അത്താണി എന്ന് പറയുന്നത് ഗാന്ധി ഭവനാണെന്ന് ഞാൻ പറയും. എല്ലാം നശിച്ച് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അടിച്ചു കളഞ്ഞാലും അന്തസ്സായി ജീവിക്കാനൊരു സ്ഥലം സിനിമാക്കാരന് ഗ്യാരണ്ടിയാണ് ഗാന്ധി ഭവൻ. സന്തോഷിന് പിന്നാലെ ചെന്നൈയിൽ നിന്നും മറ്റൊരു സുഹൃത്ത് ജോയ് വിളിച്ചു എന്നെ. നമ്മുടെ നടൻ മോഹൻ്റെ അവസ്ഥയെപ്പറ്റിയുള്ള വിവരം അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. നടന്നതൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് എൻ്റെ കൈവശമുള്ള നടൻ മോഹൻ്റെ നമ്പരും ജോയിക്ക് കൊടുത്തു. ജോയി മോഹൻ്റെ പരിചയക്കാരനാണ്. അവർ തമ്മിൽ സംസാരിച്ചു. ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ ദിനേശിന് കൊടുക്കട്ടെ എന്ന് ജോയി തിരക്കി. കൊടുക്കാൻ പറഞ്ഞു.
അപ്പം ഞാൻ ജോയിയോട് പറഞ്ഞു, ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ അവസാനം ആ അക്കൗണ്ട് നമ്പർ ഇടാം. രജനീകാന്ത് സഹായിച്ചതുപോലെ സഹായ മനസ്ഥിതി ഇവിടുത്തെ പുതിയ തലമുറ കാട്ടാനിടയില്ല. സച്ചിൻ അടക്കം നമ്മുടെ തമിഴക മുഖ്യമന്ത്രി വിജയോടൊപ്പം മോഹൻ അഭിനയിച്ചിട്ടുണ്ട്. ദിലീപ് അഭിനയിച്ച തമിഴ് സിനിമ രാജ്യത്തിലും മോഹനുണ്ടായിരുന്നു. നിരവധി സീരിയലുകളിലും തമിഴിൽ മോഹൻ അഭിനയിച്ചിട്ടുണ്ട്. ഷീലാമ്മ പ്രധാന വേഷം ചെയ്ത കൈരളിയിൽ വന്ന വെളുത്ത കത്രീനയിൽ മോഹനുണ്ടായിരുന്നു. 20ഓളം സിനിമകൾ നിർമ്മിച്ച ആളായിരുന്നു മോഹൻ. എനിക്ക് അതിശയം അതാണ്, 1984 നിർമ്മിച്ച ശശികുമാർ സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ ഇവിടെ തുടങ്ങുന്നു എന്ന് പറഞ്ഞ പണം വാരിപ്പടം നിർമ്മിച്ചത് മോഹനായിരുന്നു. വിജയ് ആനന്ദ് സംവിധാനം ചെയ്ത ബന്ധമടക്കം നിർമ്മിച്ചു മോഹൻ. എവിടെയാണ് മോഹൻ്റെ ജീവിതം പിഴച്ചതെന്ന് ചോദിച്ചാൽ നിഷ്പക്ഷമായി പറഞ്ഞാൽ ലക്ഷ്മിയെ വിവാഹം കഴിച്ചെടുത്ത് തുടങ്ങിയെന്ന് ഞാൻ പറയും. ജോയി എന്നോട് പറഞ്ഞത് മെഡിമിക്സിൻ്റെ ഉടമയായ AV അനൂപ്, ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ടല്ലോ AV അനൂപ്, അദ്ദേഹം 1 ലക്ഷം രൂപയെങ്കിലും സഹായിക്കാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞു എന്ന് പറയുന്നു. ചലച്ചിത്ര പരിഷത്തും സഹായിക്കാൻ സന്നദ്ധത കാട്ടിയിട്ടുണ്ടത്രേ. ഫിലിം ചേംബർ പ്രസിഡൻ്റായി മോഹൻ പ്രവർത്തിക്കുന്ന സമയം ഡിമെൻഷ്യ മറവി രോഗം ബാധിച്ച് പ്രശസ്ത നടന നിർമ്മാതാവുമായ TK ബാലചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ജീവിതം തിരുവനന്തപുരത്ത് ദുരിതക്കയത്തിലാണ് എന്നറിഞ്ഞ് മോഹൻ നേരിട്ട് വന്ന് സാമ്പത്തിക സഹായം ചെയ്തു. ഒരംഗം മരിച്ച ശേഷം സാമ്പത്തിക സഹായം ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം, ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം എന്ന അമൈൻമെൻറ്റ് മോഹൻ കൊണ്ടുവന്നു. അമെൻമെൻറ്റ് മോഹൻ പോയതോടെ ആ അമെൻമെൻറ്റ് നീക്കം ചെയ്യുകയും ചെയ്തു. 7.5 കോടി രൂപ മുടക്കി ഒരു ബിൽഡിംഗ് പണിയാൻ മോഹൻ പ്രസിഡൻ്റായിരുന്നപ്പോൾ തീരുമാനിച്ചു. യൂക്കോ ബാങ്ക് 7.5 കോടി രൂപ മുടക്കി കെട്ടിടം പണി, 1ാമത്തെ ഫ്ലോർ അവർക്ക് വാടകയ്ക്ക് നൽകണം. അതും ഭരണമാറ്റത്തോടെ തഴയപ്പെട്ടു. ബഹുമുഖ പ്രതിഭയായ ഭാനുമതിക്ക് ഒരു ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നൽകണം എന്ന ആവശ്യവുമായി മോഹൻ നേരിട്ട് പോയി വഴക്കിട്ടു ഡൽഹിയിൽ. ദക്ഷിണേന്ത്യയിൽ ദാദാസാഹിബ് പുരസ്കാരം നേടാൻ യോഗ്യതയുള്ള എത്രയോ പേരുള്ളപ്പോൾ ഉത്തരേന്ത്യക്കാർ മാത്രം വീതം വയ്ക്കുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം അവിടെ തുറന്നടിച്ചു. ജീവിച്ചിരിക്കുന്ന കടവുളാണ് രജനീകാന്ത് എന്ന് പറയുമ്പോൾ പാവം മോഹനേട്ടൻ്റെ കണ്ടം ഇടറി. ആരും ചെയ്യാത്ത പുണ്യപ്രവൃത്തികളാണ് രജനി ചെയ്യുന്നത് എന്നാണ് മോഹൻ പറയുന്നത്. സഹായം തേടി ചെല്ലാത്ത തന്നെ വിളിച്ച് അക്കൗണ്ട് വിവരമിടാൻ പറഞ്ഞ് അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുത്തപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ 1 ലക്ഷം രൂപ ഇടാൻ കാണിച്ച മനസ്സിനെ പറഞ്ഞിട്ടും തീരാത്തതുപോലെ മോഹൻ എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. പ്രശസ്തനായൊരു നായക നടൻ്റെ ജീവിതത്തിലെ ദയനീയമായ പതനം കണ്ട് ഇവിടെ ജനാധിപത്യം പറയുന്ന ഒരു ചാനലും നമ്മ ഗ്രാമത്തിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ് പോലും വാങ്ങില്ല എന്നത് പരമമായ സത്യം. ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമ എന്ന ലേബലിൽ നെടുമുടി വേണുവും സുകുമാരിയും സമൃതയും നിഷാന്തും YG മഹേന്ദ്രനും നളിനിയും ഫാത്തിമ ബാബുവും പ്രിയയും ഒക്കെ അഭിനയിച്ച ഈ സിനിമ ഒരു OTT പ്ലാറ്റ്ഫോമും എടുക്കാനിടയില്ല. യൂട്യൂബിൽ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് നമ്മ ഗ്രാമം എന്ന ഫുൾ മൂവി ആരോ 2 പേർ അയച്ചു തന്നു. ഗോപാലിനെ പോലെയൊക്കെ ആരെങ്കിലും ഈ വിവരം അറിഞ്ഞാൽ സഹായിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആരെങ്കിലും ഗോപാലേട്ടനോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം മോഹനെ സഹായിക്കും. എന്തായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ ബാങ്ക് ഡീറ്റെയിൽ ഇതിൻ്റെ താഴെ ഇടുന്നു. മനസാക്ഷി പറ്റിയിട്ടില്ലാത്തവർ സഹായിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. രോഗപീഠകളിൽ നിന്നും അദ്ദേഹത്തിന് ആശ്വാസം കിട്ടട്ടെ. ഇനി എങ്ങനെ നാളെ മരുന്ന് വാങ്ങും, എങ്ങനെ മരുന്ന് വാങ്ങും എന്നുള്ള ടെൻഷനെങ്കിലും ഇല്ലാതിരിക്കട്ടെ. നല്ലൊരു വേഷം നൽകുകയാണെങ്കിൽ അഭിനയിക്കാനും അദ്ദേഹം തയ്യാറാണ്. നല്ല മുത്തശ്ശനായിട്ടും നല്ല കാരണവരായിട്ടും ഒക്കെ അഭിനയിപ്പിക്കാൻ കഴിയുന്ന നല്ല ഫിഗറാണ് ഇപ്പോഴും 80-ആം വയസ്സിൽ. കഴിയുമെങ്കിൽ ഈ പ്രോഗ്രാം കാണുന്ന സിനിമാക്കാർ, സീരിയലുകാർ അദ്ദേഹത്തെ വിളിച്ച് ഒരു വേഷം നൽകിയാലും ആരുടെ മുന്നിലും കൈനീട്ടാതെ ആ മനുഷ്യൻ ജീവിക്കും. കഷ്ടമായിപ്പോയി അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് ഞാൻ പറയും. പാലക്കാട്ട് തത്തമംഗലത്ത് നിന്നും
അഭിനയം പഠിക്കാൻ പോയ ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരൻ, ഒരുപാട് സിനിമകളിൽ നായകനായ ആൾ, പണം വാരി ചിത്രമായി ഇവിടെ തുടങ്ങുന്നു അടക്കം എടുത്ത നിർമ്മാതാവ്. നമ്മ ഗ്രാമം കാണുമ്പോൾ നല്ല ഇരുത്തം വന്നൊരു സംവിധായകനാണ് മോഹനേട്ടനെന്ന് നമുക്ക് തോന്നും. ആ ഒരു സിനിമ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തകർത്തു കളഞ്ഞു. അദ്ദേഹം പറയും പോലെ ആരെങ്കിലും ഒരു 2 കോടി രൂപയോ 1.5 കോടി രൂപ കൊടുത്ത് ആ പടം എടുത്താൽ ആ 1.5 കോടി രൂപ കൊണ്ട് സുഭിക്ഷമായി അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള കാലം മരുന്നൊക്കെ വാങ്ങി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് എവിടെയെങ്കിലും ഒരു സിംഗിൾ റൂമുള്ള ഫ്ലാറ്റ് എടുത്ത് ജീവിച്ചാലും അദ്ദേഹത്തിന് നന്നായി കഴിയാം. ആരെങ്കിലുമൊക്കെ വിശാല മനസ്കരായ ആൾക്കാർ ഇത് കാണുകയാണെങ്കിൽ സഹായിക്കട്ടെ. എങ്ങനെ യൂസഫ് അലി ബായി ഇത് അറിയിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നോക്കാം, ഞാൻ ശ്രമിക്കാം. എന്തായാലും മോഹൻ ശർമ്മ എന്ന മോഹൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. ഇതിൻ്റെ താഴെ കാണുന്ന ബാങ്ക് അക്കൗണ്ടിൽ കഴിയുന്നത്ര സഹായം, പ്രത്യേകിച്ച് വിദേശത്തുള്ളവർ അയച്ചു കൊടുത്താൽ മരുന്ന് വാങ്ങാൻ അല്ലലില്ലാതെ ആ മനുഷ്യൻ ഇനിയും കുറേ കാലം സന്തോഷത്തോടെ ജീവിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, മോഹനേട്ടാ, നിങ്ങൾ മലയാള സിനിമയിലെ ഓരോ പ്രവർത്തകർക്കും ഒരു മൈൽ സ്റ്റോണാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നല്ല പ്രായത്തിൽ ജീവിക്കുമ്പോൾ ഇങ്ങനൊരു അനുഭവം എനിക്ക് വരാൻ സാധ്യതയുണ്ടോ എന്ന് പോലും ഇവരാരും ചിന്തിക്കില്ല. അതിൻ്റെ ദുരിത സാക്ഷിയാണ് മോഹനേട്ടൻ. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കാൻ, ഈ ഭൂമുഖത്ത് ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.